ഇതങ്ങനെ ഒരു ഏകാധിപത്യ സംഘടനയല്ല. നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്കകത്ത് തന്നെ പ്രശ്നമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. ഏകാധിപതിയെ പോലെ പെരുമാറുന്നിടത്ത് എങ്ങനെയാ ചർച്ച ഉണ്ടാവുക എന്റെ ഒരു സഹോദര? അല്ലേ? അത് ന്യായമായ ഒരു ചോദ്യമല്ലേ? ഏകാധിപതിയെ പോലെ ആൾ പെരുമാറുന്നിടത്ത് എവിടെയാണ് ചർച്ച ഉണ്ടാകുന്നത്, എവിടെയാണ് വിമർശനം ഉണ്ടാകുന്നത്? CPM-ൽ ശ്രീ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങ് കൈരളിയല്ലേ? അങ്ങനെ സംഭവിച്ചല്ലോ. പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട്. ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ കളക്ടർക്ക് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും 5 ഹെക്ടർ ഭൂമിക്ക് ROR അനുവദിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും പറയുന്നു. മുണ്ടക്കൈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പുഞ്ചിരിപ്പാടം ഉന്നതിയിലെ 5 കുടുംബങ്ങളെയും പുതിയ വില്ലേജ് ഉന്നതിയിലെ 3 കുടുംബങ്ങളെയും വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിലുള്ള വീടുകൾ നിർമ്മിച്ച് പുനരധിവസിപ്പിക്കും. അതായത് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു മോഡൽ വീടുകളിലേക്ക് അവിടെയും മാറ്റം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏറാട്ടുകണ്ടം ഉന്നതിയിലെ 5 കുടുംബങ്ങളെയും മുണ്ടക്കൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഇവർക്ക് 10 സെന്റ് വീതം ഭൂമിയും വീടും അനുവദിക്കും. പുത്തുമലയിൽ ദുരിതബാധിതരെ അടക്കം ചെയ്ത സ്ഥലത്ത് പ്രാർത്ഥന നടത്താനായി സ്മാരകം നിർമ്മിക്കും. സ്മാരക നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച 99.93 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു. അതായത് സ്മാരകത്തിന്റെ എമൗണ്ട് ആണ് ഇപ്പൊ പറഞ്ഞത്. 1 കോടിയിലേക്ക് അടുത്ത് രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. വയനാട് ദുരിതബാധിതർക്ക് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി 2025 ഫെബ്രുവരി 22-ന് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച നടപടിക്രമം സാധൂകരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആനുകൂല്യം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും ബാധകമാക്കാൻ നടപടി സ്വീകരിക്കും. സൗജന്യ ചികിത്സാ പദ്ധതി ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചു. നിലവിലെ ചികിത്സാ ചെലവുകളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആവശ്യങ്ങളും ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സാ സഹായമായി 6 കോടി രൂപ വയനാട് ദുരിതബാധിതർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. 49 കുടുംബങ്ങളെ കൂടി വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ചൂരൽമല ദുരന്തത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട സംരംഭകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കും. നഷ്ടപരിഹാര തുക മാനദണ്ഡങ്ങളും നിശ്ചയിക്കാൻ വയനാട് ജില്ലാ കളക്ടർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും വ്യവസായ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയ സമിതിയെ പരിശോധിപ്പിച്ച് ശുപാർശ സമർപ്പിക്കും. ചൂരൽമല ദുരിതബാധിതർക്ക് അനുവദിച്ചതിന് സമാനമായ വിലങ്ങാട് ദുരന്തബാധിതർക്കും നഷ്ടപരിഹാരം അനുവദിക്കും. ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉപജീവന നഷ്ടപരിഹാരം അനുവദിക്കുക. വൈദ്യ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായവും അനുവദിക്കും. കൊല്ലം 1 കഴിഞ്ഞിട്ടും അനുവദിക്കും, ആലോചിക്കുന്നു, ശുപാർശ ചെയ്യും എന്നിങ്ങനെയാണ് മുഖ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴവിടെ കാട്ടിക്കൂട്ടിയതിനെല്ലാം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ആളുകൾ ഇന്നലെ പറയുന്ന ബൈറ്റും ഞങ്ങൾ അവർ പറയുകയാണ്, ഈ വീട് ഇഷ്ടപ്പെട്ടോ, ഈ വീട് ഇഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടമായ മനുഷ്യന്മാർക്ക് അതെല്ലാം വലിയ ആശ്വാസമാണ്. അവർക്ക് കൊടുക്കുന്ന എന്തും അവർക്ക് ആശ്വാസമാണ്. കാരണം ഇപ്പൊ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. 27 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത ഒരാളാണ് വയനാട്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമുക്കറിയാം ആ സമയങ്ങളിൽ ഇപ്പൊ അവർക്ക് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? വളരെ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യന്മാരാണ്. ഇപ്പോ നമ്മുടെയൊക്കെ നാട്ടിൽ 3 നില വീടുകൾ അത്ര സാർവത്രികമല്ല. മുണ്ടക്കൈ ചൂരൽമലയിൽ 3 നിലയുള്ള വീടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെൽ ഓഫായി ജീവിച്ചിരുന്ന മനുഷ്യന്മാര് അവർക്ക് പാകം പോലും ആകാത്ത വസ്ത്രങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രയാസമുണ്ട്. കാരണം അവിടെ പോയി ഒരു ബ്രെഡ് കിട്ടണമെങ്കിൽ എഴുതി കൊടുക്കണം. അത് വ്യവസ്ഥയാണ്, നിയമവ്യവസ്ഥയാണ്. ക്യാമ്പിൽ എഴുതി കൊടുക്കണം. അപ്പൊ ഇത് ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ, ക്യാമ്പിനോട് ചേർന്നിട്ടുള്ള ഓപ്പൺ മാർക്കറ്റിൽ വന്നിട്ട് അപ്പൊ പല വസ്ത്രങ്ങളും ഇപ്പൊ ചെരുപ്പ് അവരുടെ കാലിന് പാകിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 24-ന് അങ്ങനത്തെ ആരോപണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തുക. ഒരു വീട് കാണുമ്പോ നമുക്കറിയാലോ. ഒരാളൊരു മാരുതി സ്വിഫ്റ്റുമായി വരുന്നു. ആ ആള് പറയുന്നതിന് 50 ലക്ഷം രൂപയാവെന്ന് പറയുമ്പോ നമുക്കൊരു വിലയിരുത്തലില്ലേ? ആ വിലയിരുത്തൽ നിങ്ങൾ നടത്തൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ല, ആ വിലയിരുത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അതിനകത്ത് കടുത്ത ആരോപണങ്ങളിലേക്ക് ഞാൻ പോകാത്തത് ആ മനുഷ്യന്മാർക്ക് അതെല്ലാം ആശ്വാസമാണ് എന്നുള്ള പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് കിട്ടുന്നത് അത്രയും അവർക്ക് ആശ്വാസമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ സാധാരണഗതിയിൽ വളരെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥ ശീലിച്ച മനുഷ്യന്മാരല്ല.
അങ്ങ് ആലോചിച്ച് നോക്കൂ. അങ്ങേക്ക് അങ്ങനെ വരാതിരിക്കട്ടെ, എനിക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ വീടും നമ്മുടെ വസ്തുവും നമ്മുടെ സ്വത്തും നമ്മുടെ എല്ലാം നഷ്ടമാകേണ്ടി വരുന്നൊരവസ്ഥ അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ കാലിൽ കിടക്കുന്ന ഒരു ചെരുപ്പ് പോലും നമുക്ക് സ്വന്തമായി ഇല്ലാത്തൊരവസ്ഥയെ പറ്റി അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ആശ്വാസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാരുതി സ്വിഫ്റ്റിന് 50 ലക്ഷം രൂപയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തില്ലേ? ഒരാൾ വ്യക്തിപരമായി പറയുകയാണല്ലോ 50 ലക്ഷം രൂപയായി. ആ 50 ലക്ഷം രൂപയായി എന്ന് പറയുമ്പോൾ നമ്മളതിൽ അഴിമതിയല്ല ആരോപിക്കുന്നത്. നിങ്ങൾ വിലയിരുത്തും. 8 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതി എന്നല്ല, 30 ലക്ഷം രൂപ ഇപ്പൊ സർക്കാർ എത്രയാ പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയും. അല്ല ഇപ്പൊ സർക്കാർ എത്രയാ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ ഇപ്പൊ എത്ര രൂപയാ പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയൂ. അങ്ങ് പറയൂ. അപ്പം ആ രൂപയ്ക്കുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ള ഇപ്പൊ 30 ലക്ഷമാണെങ്കിൽ 30 ലക്ഷം, 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷം, അതിനുള്ള വീടുണ്ടോ ഇല്ലയോ എന്ന് അല്ല, നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ. ഞാൻ ഒരു ജനപ്രതിയായിട്ട് വീട് വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? അങ്ങ് പറയൂ. മഴ പെയ്യുന്നുണ്ടോ? എന്താ മറുപടി ഇല്ലാത്ത? അങ്ങ് ചോദ്യം മങ്ങൾ അത്രേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? മഴയില്ലല്ലോ. അതങ്ങ് മനസ്സിലാക്കിയത് അങ്ങ് കാലാവസ്ഥാ വിദഗ്ധനായതുകൊണ്ടല്ലോ, കോമൺ സെൻസ് അല്ലേ? അപ്പൊ അങ്ങേക്ക് ഒരു വീട്, ശരി, ഇപ്പോ ആ കാണുന്ന കെട്ടിടത്തിന് 5 കോടി രൂപയായി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുവാണോ? അപ്പൊ അങ്ങേക്ക് അറിയില്ല എന്ന് പറ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകളെ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത്. നമുക്കൊരു സാമാന്യ യുക്തിയില്ലേ ചേട്ടാ? യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്ക്. ഇപ്പൊ അങ്ങ് ഒരു മീറ്റിംഗ് കണ്ടില്ലേ? ഇപ്പം നിങ്ങളെല്ലാം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഈ മീറ്റിംഗിൽ ആരെങ്കിലും എന്നെ വിമർശിച്ചോ? അപ്പൊ ഈ മീറ്റിംഗുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനാ റിപ്പോർട്ടിംഗ് ആണ്. ഇപ്പൊ ഞാൻ നടത്തിയതുപോലുള്ള സംഘടനാ റിപ്പോർട്ടിംഗ് ആണ്. ഇത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ജില്ലയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് വിമർശനം? ഇനിയും ആർക്കെങ്കിലും സംഘടനയ്ക്കൊക്കെ തന്നെ വിമർശിച്ചോട്ടെ. പക്ഷെ എങ്ങനെയാണ് വിമർശിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇന്നലെ വരെയുള്ള മീറ്റിംഗുകളിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ മാധ്യമപ്രവർത്തകർ, ഇത് കാരണം ഇൻഹൌസ് മീറ്റിംഗ് ആണ്, ആദ്യമേ തന്നെ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും. ഇന്ന് മാധ്യമപ്രവർത്തകർ കൂടി ഇരുന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകട്ടെ. എങ്ങനെയാണ് അല്ല, ചർച്ചകൾ എന്ന് പറയുന്നത് സംഘടനാ റിപ്പോർട്ടിംഗ്. ആ റിപ്പോർട്ടിംഗ് ഞാൻ നടത്തി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു മീറ്റിംഗിന്റെ ഘടന എങ്ങനെയാണ് എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ ഇനി 2, ഇപ്പോ ഇടുക്കിയിൽ അങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്ത പോലെ വാർത്ത ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി സംഘടനയ്ക്കകത്ത് ഒരു സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കപ്പെടാതിരിക്കാൻ ഇതങ്ങനെ ഒരു ഏകാധിപത്യ സംഘടനയല്ല. നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്കകത്ത് തന്നെ പ്രശ്നമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. ഏകാധിപതിയെ പോലെ പെരുമാറുന്നിടത്ത് എങ്ങനെയാ ചർച്ച ഉണ്ടാവുക എന്റെ ഒരു സഹോദര? അല്ലേ? അത് ന്യായമായ ഒരു ചോദ്യമല്ലേ? ഏകാധിപതിയെ പോലെ ആൾ പെരുമാറുന്നിടത്ത് എവിടെയാണ് ചർച്ച ഉണ്ടാകുന്നത്, എവിടെയാണ് വിമർശനം ഉണ്ടാകുന്നത്? CPM-ൽ ശ്രീ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങ് കൈരളിയല്ലേ? അങ്ങനെ സംഭവിച്ചല്ലോ. പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട്. ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒന്ന് സഹോദര, അങ്ങ് കണ്ടോ? ഞാൻ പിണങ്ങി പോകുന്ന അങ്ങ് കണ്ടോ? അങ്ങ് പറയുന്നത് ദൃക്സാക്ഷി വിവരണം പോലെയാണ്. അങ്ങ് കണ്ടോ? എന്തിനാ വിമർശനം ഉണ്ടാകുമ്പോ പിണങ്ങി പോകുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? സംഘടനയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ പ്രവർത്തനങ്ങളെ, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ, ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ, എല്ലാ ഘടകങ്ങൾക്കും വിമർശിക്കാം. ആ വിമർശിക്കുവാനുള്ള സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. ഇനി വിമർശിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ മറുപടി ഉണ്ടോ? ആ മറുപടി നമ്മൾ പറയും. അതല്ല അവര് പറയുന്നതാണോ ശരി? നമ്മൾ അവരെ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കുകയല്ലോ. ഇപ്പൊ ഒരു വിഷയത്തിനകത്ത് ഇപ്പോ നിങ്ങൾ സംസ്ഥാന ക്യാമ്പുമായിട്ട് റിപ്പോർട്ട് ചെയ്ത നിരവധി വാർത്തകളുണ്ട്. അതിൽ സത്യസന്ധമായ ഒരു വാർത്ത പറയാം. ഞാൻ അന്നും പറഞ്ഞതാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതിന്റെ പ്രായപരിധി 40 വയസ്സാക്കണം എന്നൊരു ചർച്ചയുണ്ടായി.
അതിനകത്ത് 13 12 ജില്ലാ കമ്മിറ്റികൾ അതിനെതിരായിട്ട് നിലപാടെടുത്തു, ശക്തമായ നിലപാടെടുത്തു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്ത്, ഓക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്, അതുകൊണ്ട് പ്രായപരിധി 40 വർദ്ധിപ്പിക്കും എന്ന തീരുമാനമല്ല ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ എടുത്തത് ഓക്കെ, അതാണ് മഹാഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റി പറയുന്നെങ്കിൽ അത്. ഇപ്പൊ ക്യാമ്പുമായി പോകാനായിരുന്നു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പ്രവീൺ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ പറഞ്ഞു നമുക്ക് ക്യാമ്പിന് മുമ്പ് നേതൃയോഗം, സത്യസേവാ സംഘർഷ് നേതൃയോഗങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മഹാഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും അഭിപ്രായം പറഞ്ഞു. അപ്പൊ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. മഹാഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റി എന്ത് പറഞ്ഞു, ആ പറഞ്ഞതിനോടൊപ്പം നമ്മൾ നിന്നു. അതൊക്കെ സ്വാഭാവികമല്ല.